അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളെ വീട്ടിൽ ചെറിയൊരു നോമ്പ് തുറയാണ് കേട്ടോ. അപ്പോൾ നോമ്പ് തുറൻ്റെ വിശേഷങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും ഉണ്ട്, ഉമ്മയും ഇപ്പയും അതേപോലെ നാത്തൂനും കുട്ടികളും ഇളച്ചിയും കുട്ടികളും പിന്നെ അനിയത്തിയും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഉമ്മയും നാത്തൂനൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഓരില്ല കേട്ടോ, അല്ലാത്തവരൊക്കെ ഉണ്ട്. അപ്പം നമ്മളിന്നിപ്പോൾ ബീഫ് ബിരിയാണിയാണ് കേട്ടോ മെയിൻ ഫുഡായിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ബീഫൊക്കെ ഞാൻ രാവിലെ തന്നെ പോയി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴുകി വെള്ളം ചൊരാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് കിച്ചണിക്ക് വന്നിട്ടുള്ളത്. എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ബിരിയാണിക്കുള്ള ബീഫ് അങ്ങോട്ട് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് 3 കിലോ ബീഫ് ഉണ്ട് കേട്ടോ. വലിയ കുക്കറിൻ്റെ വാഷറായവാണ്. അപ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ ഫ്രീസറിലൊക്കെ വെച്ചാണ്ട് പിന്നെ അതിൽ ബീഫ് ഇട്ടുകൊണ്ട് വേവിച്ചാലും ചിലപ്പോൾ തിളച്ചിന്ത് എന്തെങ്കിലുമൊക്കെ വരും. അപ്പോൾ അതിലേറെ നല്ലത് ചെറിയ 2 കുക്കറുണ്ട്, അപ്പോൾ അതിക്ക് 2 കൊണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതിക്ക് തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിൻ്റെ ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ബീഫ് ഞാൻ കുറേ നേരമായിരിക്കണം കേട്ടോ കഴുകി വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം ചോർന്ന് പോട്ടെ, എന്നിട്ട് വേണം അടുപ്പത്ത് വെക്കാനെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം ചോർന്ന് പോയിട്ടുണ്ട്. എന്നാലും ഇതിൽ വെള്ളം പൊടിഞ്ഞുണ്ടാവും കേട്ടോ. ഇനി വേറെ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ കൈ വെച്ച് തിരുമ്മി അങ്ങോട്ട് കുഴച്ചിട്ട് അടുപ്പത്ത് വെച്ചാൽ മതി. അപ്പോൾ അതാ 2 കുക്കർത്തതും ഉപ്പും മഞ്ഞൾപ്പൊടിയും അതേപോലെ കറിവേപ്പിൻ്റെലൊക്കെ ഇട്ട് കൈ കൊണ്ട് നല്ലോണം തിരുമ്മി കുഴച്ച് കുക്കറൊക്കെ അടച്ച് ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ 3 കിലോ ബീഫും 2.5 കിലോ അരിയാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കാൻ എടുക്കുന്നത്. ഞങ്ങൾ ആളുകളൊക്കെ കുറച്ചുണ്ട് കേട്ടോ, ഒരു 10-22 ആൾക്കാരുണ്ടാവും കുട്ടികളൊക്കെ അടക്കം. പക്ഷേ പിന്നെ നമ്മൾ 1 കിലോ കൊണ്ട് 6 ആൾക്കാരെന്നൊക്കെയാണ് പറയാം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. പക്ഷേ ഈ റമളാൻ മാസത്തിൽ നോമ്പ് നോറ്റിട്ടാവുമ്പോൾ അത്രയൊന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ. വെറുതെ കുറേ ഉണ്ടാക്കിയാൽ കുറേ വേസ്റ്റായി പോവും. പിന്നെ നമ്മൾ വേറെ ഉണ്ടല്ലോ നമുക്ക് കുറേ ഫുഡ് കഴിക്കാൻ, അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടല്ലേ ബിരിയാണി കഴിക്കുക. അപ്പോൾ പിന്നെ വല്ലാതെ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ബീഫൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ച് പിന്നെ ഇതാ നാത്തൂനും ഇളച്ചിയൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളിയൊക്കെ തൊലി കളയാനൊക്കെ. അങ്ങനെ ഞങ്ങളെല്ലാവരും സൊറയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉള്ളിയൊക്കെ തൊലി കളയുന്നുണ്ട്. എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ നല്ല രസമാണല്ലോ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഉള്ളിലേക്ക് തോല് ഒളിച്ചാനൊക്കെ. പിന്നെ അനിയത്തി ഉണ്ട് കേട്ടോ, ഓള് വന്നിട്ടില്ല. പിന്നെ മോൾക്ക് എക്സാം ഉണ്ട്, അപ്പോൾ കഴിഞ്ഞിട്ട് വരുള്ളൂ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഉള്ളിയൊക്കെ തൊലിയൊക്കെ കളയണം അരിയണമൊക്കെ ഉണ്ട്. പിന്നെ അതാ ചിഞ്ചുമോള് മോമോസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓളത് ഉണ്ടാക്കാൻ പിന്നെ നമ്മളാരും ഹെൽപ്പ് ചെയ്യേണ്ട, ഓളന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടെന്ന് പറഞ്ഞ് ഓൾക്കുള്ള ഫില്ലിങ്ങിനുള്ള ഐറ്റംസൊക്കെ ഓളന്നെ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ സവാള അരിയിലേക്ക് കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് ബിരിയാണീൻ്റെ മസാല വേഗം റെഡിയാക്കി ബിരിയാണി ദം ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നമുക്ക് എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കണമല്ലോ, അപ്പോൾ ഇതാണ് ദം ചെയ്തെടുത്താൽ പിന്നെ ഇത് നമുക്ക് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ വേഗം അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിച്ച് നമ്മൾ ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. 2.5 കിലോ ബിരിയാണിയൊക്കെ നമ്മൾ വിറകടുപ്പുമ്പോൾ തന്നെ വെക്കാൻ പറ്റും കേട്ടോ. പക്ഷേ എനിക്കിങ്ങനെ ശീലമായിപ്പോയി. ഇങ്ങനെ ഈ ഒരു 3 കല്ല് വെച്ചാണ്ടേ ആവുമ്പോൾ എളുപ്പമുണ്ട് കേട്ടോ, തീ കത്തിയാണ്ട് എളുപ്പമാവും ചെയ്യും. വെള്ളമൊക്കെ തിളച്ചിട്ടാനൊക്കെ നല്ല സുഖമാണ്. പിന്നെ എങ്ങനെയാകുമ്പോൾ ചകിരിയും ചിരട്ടയൊക്കെ എല്ലാം ഇട്ട് കൊടുക്കും ചെയ്യുക. മറ്റേത് അടുപ്പത്തെ നമ്മൾ വിറകടുപ്പുമ്മലാവുമ്പോൾ അതിക്ക് വല്ലാതെ അങ്ങോട്ട് ചകിരി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല. കുറച്ച് താന്നാണ് ആണേക്കാരം ഉണ്ടാവുക. ഇഷ്ടിക വെച്ചല്ലേ നമ്മൾ ചെമ്പടുപ്പത്ത് വെക്കുക. അപ്പോൾ ചെമ്പ് ഇങ്ങനെ പതിഞ്ഞ് നടക്കുന്നതുകൊണ്ട് നമുക്ക് അധികം ചകിരി ചിരട്ടയൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ആകുമ്പോൾ എല്ലാം ഇട്ട് കത്തിക്കാം. പിന്നെ ഇപ്പോൾ വേനൽക്കാലം കൂടിയല്ലേ. അപ്പോൾ ഇതാ ചെമ്പൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ. ചെമ്പ് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ സവാള അരിഞ്ഞതിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ സവാള ഒരു 1.5 കിലോ ഉണ്ടാവും കേട്ടോ. അതിന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് നെയ്ച്ചോറാക്കി ഉണ്ടാക്കി വറ്റിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഒന്നിപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ തിളപ്പിച്ചൂറ്റിയിട്ടല്ലേ ബിരിയാണി ഉണ്ടാക്കൽ. കൈമ റൈസ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോഴേ തിളപ്പിച്ചൂറ്റാതെ വറ്റിച്ചുണ്ടാക്കുക കേട്ടോ നല്ലത്. അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. അരി തിളപ്പിച്ചൂറ്റുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പോവാണ് തോന്നുന്നുണ്ട് കേട്ടോ.
അപ്പോൾ കൈമ റൈസ് കൊണ്ട് ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കൽ തുടങ്ങിയപ്പോൾ ഞാനും ഇതേപോലെ വറ്റിച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ നമ്മൾ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ടേനി അതിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിന് കേട്ടോ. ഉപ്പും കറിവേപ്പിൻ്റെലൊക്കെ നേരത്തെ തന്നെ ഇട്ട് കൊടുത്തിന്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഒരു 3/4 കിലോ എടുത്തിക്കണം കേട്ടോ ഞാൻ. തക്കാളി കുറച്ചധികം ചേർക്കലുണ്ട് ബിരിയാണീൻ്റെ മസാലയ്ക്ക്. പിന്നെ പച്ചമുളകൊക്കെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ചില പച്ചമുളക് നല്ല എരിവുണ്ടാവും, ചില പച്ചമുളക് എരിവ് കുറവ് വയ്ക്കാറ്. അപ്പോൾ അതൊക്കെ നമുക്കറിയാമല്ലോ, അതിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക. അതേപോലെ ഇഞ്ചിനെക്കാട്ടിലും കുറച്ചധികം വെളുത്തുള്ളി എടുക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയാം, ഞാൻ അധികം വീഡിയോസിലും പറയണത് തന്നെയാണല്ലോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചത് പച്ചമുളക് ചതച്ചതൊക്കെ ചേർത്ത് കൊടുത്തു, വഴറ്റി കൊടുത്തു കേട്ടോ. പിന്നെ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, വലിയ ജീരകം പൊടിച്ചതും പിന്നെ ബിരിയാണി മസാലയൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി മല്ലിപ്പൊടി നമ്മൾ ചേർക്കലില്ല. പിന്നെ അല്ലാത്ത പൊടികളൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ. പിന്നെ ബിരിയാണി മസാല അതേപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ബിരിയാണി മസാലയാണ്. അപ്പോൾ അതും തന്നെ അധികം ചേർക്കേണ്ട ആവശ്യമില്ല, നല്ല കുത്തലേക്കാരം, കുറച്ച് ചേർത്താൽ മതി. ഒരു 2-3 സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ മസാലപ്പൊടികളൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോഴേ തീ കുറച്ച് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ കനലുമേ വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തീ കത്തണില്ല എന്ന് തോന്നും, പക്ഷേ നല്ല കനലുണ്ട് കേട്ടോ അടുപ്പിൽ. നല്ലോണം തീ കത്തിച്ചാലേ വേഗം അടി പിടിക്കും. എന്നാൽ തന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് അടിയിൽ ഇങ്ങനെ പിടിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ബീഫ് വേവിച്ചതേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. ബീഫ് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ വെന്ത് കുക്കറൊക്കെ ഞാൻ പ്രഷറൊക്കെ പോയി തുറന്ന് നോക്കിയതിന് ശേഷം കേട്ടോ പിന്നെ ഇവിടെ വന്ന് അടുപ്പൊക്കെ കത്തിച്ച് ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ചത്. അപ്പോൾ നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും അതിൽ വെള്ളം പൊടിഞ്ഞുണ്ടാവും. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിന്, ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു, മസാലയൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തൈര് ചേർത്തിട്ടില്ലേന്, പിന്നെ തൈര് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ നാരങ്ങ നീരും ചേർത്ത് കൊടുത്തു. പിന്നെ നേരത്തെ കുറച്ച് മല്ലിയിലയും പുതിനയിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിന് കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ടില്ല, ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കണം കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതാ ഒക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബീഫ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കട്ടെ ഇതിലേക്ക്. നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ചേർക്കലില്ല കേട്ടോ. കുരുമുളക് പൊടിൻ്റെ എരിവും അതേപോലെ പച്ചമുളകിൻ്റെ എരിവും ഈ ഒരു ബിരിയാണി മസാലേൻ്റെ എരിവൊക്കെ തന്നെയാണ് കേട്ടോ. അല്ല, ബിരിയാണി മസാലേൻ്റെ അല്ല, ബീഫ് മസാലേൻ്റെ എരിവൊക്കെയാണ് കേട്ടോ നമ്മളെ ബിരിയാണിക്ക് ഉണ്ടാവുക, ബിരിയാണീൻ്റെ മസാലയ്ക്ക് ഉണ്ടാവുക. മുളക് പൊടി ഞാൻ ചേർക്കലില്ല. അപ്പോൾ അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ബീഫൊക്കെ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്നും ഇങ്ങോട്ട് വേവാനുള്ളൂ കേട്ടോ. ഇനി അത് നമുക്ക് ഇനി ദം ചെയ്തെടുക്കുന്ന സമയത്ത് വേവും ചെയ്യും. പിന്നെ അരി വെള്ളത്തിലിടണം. നമ്മൾ കൈമ റൈസാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് നേരത്തെ വെള്ളത്തിലിടാൻ ഞാൻ മറന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഇപ്പം വെള്ളത്തിലിടാമെന്ന് വിചാരിച്ച് ഒരു 10 മിനിറ്റെങ്കിലും വെള്ളത്തിൽ കിടക്കട്ടെ എന്ന് കരുതിട്ടോ. പിന്നെ ഇതിങ്ങനെ 2 പാത്രത്തിലേക്ക് ആക്കി ഇട്ട് കൊടുക്കണം. എന്താ വെച്ചാൽ വെള്ളം അളക്കാൻ വേണ്ടിയിട്ടാണ്. അരി അളന്നാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പം വേവ് പാകമായിട്ട് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ തിളപ്പിച്ചൂറ്റിയിട്ടല്ല ബിരിയാണി ഉണ്ടാക്കുന്നത്, വറ്റിച്ചിട്ടാണെന്ന്. അപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ പാത്രത്തിൽ ഇപ്പോൾ അരി എടുത്ത് വലിയ പാത്രത്തിൽ ഇട്ട് കൊടുത്തില്ല. ആ ചെറിയ പാത്രത്തിൽ നമുക്ക് വെള്ളം അളന്നിട്ട് ഇവിടെ കരണ്ട് അടുപ്പുമ്പോൾ തിളപ്പിക്കാൻ വെക്കാം. അരി കഴുകിയാണ്ട് ഒരു 10 മിനിറ്റെങ്കിലും വെള്ളത്തിൽ ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയം ഒന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ചിഞ്ചുമോള് മോമോസ് ഉണ്ടാക്കണ്ടേനും. അപ്പോൾ അതിൻ്റെ ആ ഒരു മൈദ കൊണ്ട് ഉണ്ടാക്കണ അപ്പം ഉണ്ടല്ലോ, അത് ഉമ്മ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഓരോരോ ജോലിയിലാണ്. പിന്നെ നമ്മളെ ബീഫൊക്കെ ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു. അപ്പോൾ കുറച്ച് നേരം കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം. അരിയൊക്കെ വേവിക്കണമല്ലോ. അപ്പോൾ ഉപ്പുമുളകൊക്കെ നല്ലോണം പിടിച്ചും ചെയ്തോളും. കുറച്ച് നേരത്തെ തന്നെ മസാലയൊക്കെ റെഡിയാക്കി വെച്ചാൽ കേട്ടോ. പിന്നെ ചിഞ്ചുമോളടുത്ത് വന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അവളെ മോമോസൊക്കെ ഉണ്ടാക്കൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊരിക്കടിയായിട്ട് ഉണ്ടാക്കുന്നത് സമൂസയും അതേപോലെ കുറച്ച് പൊക്കവാട ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ മോമോസ് നല്ലതാട്ടോ, എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. പിന്നെ ഇത് എണ്ണയിൽ പൊരിച്ചെടുക്കല്ലല്ലോ, നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കല്ലോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അതേപോലെ ഈ എണ്ണപ്പലഹാരം ഇഷ്ടമില്ലാത്തവർക്ക് ഏറെ ഇഷ്ടമായിക്കാറില്ലേ, ചിലർക്ക് അങ്ങനെയാണല്ലോ. ഇവിടെ നമ്മളെ ഉപ്പാക്കൊന്നും അങ്ങനെ എണ്ണപ്പലഹാരം വലിയ ഇഷ്ടമല്ല കേട്ടോ. മക്കൾക്കാണെങ്കിലും അതായാലും മതി, അങ്ങനെയാണ് കേട്ടോ. പിന്നെ നാത്തൂനും ഇളച്ചിയതാ മാങ്ങയൊക്കെ ചെത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാംഗോ ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം ഓരോരുത്തർ കൂടെ ഒക്കെ പോയി വീഡിയോ എടുത്തൊക്കെ വന്നു. ഇനി നമുക്ക് ബിരിയാണിൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ ഞാനിത് അവിടെ ഒരു ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് മിൽമൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്കായ, കറാമ്പൂ, പട്ട, പിന്നെ ബേ ലീഫ്, അതൊക്കെ ഇങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് അത് ആ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ സവാള അരിഞ്ഞത് കുറച്ച് മാറ്റി വെച്ചിനല്ലോ അവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് അതും കൂടെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് കുറച്ച് ഇതിൽ നിന്ന് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ചോറൊക്കെ ദം ചെയ്തെടുക്കുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേന്. പിന്നെ സവാള ഒന്നിങ്ങനെ കളറ് മാറി വരുന്ന സമയത്ത് അതും ചേർത്ത് കൊടുത്തു. തീ ഇങ്ങനെ കുറച്ച് കത്തിക്കാണ് കേട്ടോ. തീ കൂടിയാൽ ഒക്കെ ഒന്നായിട്ടാണ് കരിയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കൈവിടാതെ, അല്ലാന്നുണ്ടെങ്കിൽ വേഗം കരിയും. അപ്പോൾ ഞാൻ ചെമ്പ് അവിടെ നിന്ന് എടുത്തിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കരിയും. എന്നിട്ട് ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പൊരിച്ചതൊക്കെ ഞാൻ വേറൊരു പ്ലേറ്റിക്കൊക്കെ മാറ്റി കൊടുത്തു. അതിൻ്റെ ഇടയിൽ ഞാൻ ക്യാമറ ഓൺ ആക്കാൻ മറന്നു കേട്ടോ. പിന്നെ അരി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാലോ അത് ഊറ്റി വെച്ചിട്ടുണ്ടേന് അതേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഉള്ളി കരിഞ്ഞാൽ പിന്നെ ചോറിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അപ്പോൾ അതിമക്ക് ശ്രദ്ധ കൂടുതൽ കൊടുത്തതാണ് കേട്ടോ, അതുകൊണ്ട് ക്യാമറ ഓണാക്കാൻ വിട്ടു പോയതാണ്. അപ്പോൾ അരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തു. പിന്നെ വെള്ളം ഞാൻ കരണ്ടടുപ്പുമ്പോൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടേന്. ആ തിളച്ച വെള്ളത്തേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ട് ഉണ്ടായിരുന്നത് വെള്ളം. അങ്ങനെ തിളപ്പിക്കാൻ വെച്ചിരുന്നത്. ഇവിടെ ബിരിയാണി ആണെങ്കിലും നെയ്ച്ചോറാണെങ്കിലും ഒക്കെ നല്ലോണം വേവണം. ഇപ്പാക്കൊക്കെ നല്ലോണം വെന്തിട്ടില്ലെങ്കിൽ ഇപ്പാക്ക് പറ്റൂല കേട്ടോ. ചെറിയൊരു ബലം വെപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊന്നും കഴിക്കൂല. അപ്പോൾ നല്ലോണം വേവണം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 കപ്പ് വെള്ളം, ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ചിലർ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് വെക്കുക. അപ്പോൾ ഓരോ വീട്ടിലും ഓരോരോ രീതികൾ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ ചെയ്യുക. പിന്നെ ഇതാ മോമോസൊക്കെ ഇവിടെ റെഡി ആയി കൊണ്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ബിരിയാണിക്കുള്ള റൈസും വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. ഈ കൈമ റൈസ് ആകുമ്പോൾ വറ്റിച്ചെടുക്കണ തന്നെ കേട്ടോ നല്ലത്. കാരണം നമ്മൾ തിളപ്പിച്ച് ഊറ്റുമ്പോൾ അല്ലെങ്കിൽ ശ്രദ്ധിച്ച് നിൽക്കും വേണം. പിന്നെ പെട്ടെന്ന് അത് വെന്ത് കലങ്ങും. അപ്പോൾ വേറും നമ്മൾ റൈസ്. അപ്പോൾ ഇതിപ്പോൾ പാകത്ത് വേവിനാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഫ്രൈ ചെയ്തതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതാ ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും മേലെ കുറച്ച് ബിരിയാണി മസാലയും കൂടെ ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മേലെ കൂടെ കുറച്ച് നെയ്യൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മസാല ഉണ്ടാക്കിയപ്പോഴേ ലാസ്റ്റ് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിന് കേട്ടോ. നെയ്യ് മസാലയ്ക്ക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ, പറയാൻ വിട്ടുപോയതാണ്. പിന്നെ അതേപോലെ ദം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് ഓലക്കൊടിയൊക്കെ വെച്ചിട്ട് ഒന്ന് ഇങ്ങോട്ട് പാളിപ്പിച്ചിട്ട് എല്ലാ ഭാഗത്തു കൂടി ഒന്ന് തീയാക്കി കൊടുക്കണം. അതേപോലെ ഒന്ന് ചുറ്റിനും ഒന്ന് തീ കത്തിച്ച് കൊടുക്കാം കേട്ടോ. ചിരട്ട ഇട്ടുകൊണ്ട് കത്തിച്ചാലും മതി. ഞാൻ ഓലക്കൊടി വെച്ചിട്ടാണ് കത്തിച്ചിട്ടുള്ളത്. എന്നാൽ എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ തീയാവും. പിന്നെ നമ്മളെ ബിരിയാണി മസാലയിൽ വെള്ളം ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചൂടുള്ള വെള്ളം, അല്ലെങ്കിൽ എന്താ പറയുക അടിയിൽ പിടിക്കും. അങ്ങനെ ബിരിയാണിയൊക്കെ ദം ചെയ്തെടുത്തു. പിന്നെ ഇതാ കിച്ചണിൽ വന്നപ്പം ചിഞ്ചുമോൾ ഇതാ മോമോസ് ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ അതിലേക്കുള്ള ചട്നി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. തക്കാളി അതേപോലെ വറ്റൽമുളകും എന്നിട്ട് അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് സുർക്കയും ഉപ്പും വെളുത്തുള്ളിയൊക്കെ ചേർത്തുകൊണ്ടാണ് പിന്നെ അരച്ചെടുത്തിട്ടുണ്ട് അതിനത്. എന്നിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഇതേപോലെ വറ്റിച്ചെടുക്കുന്നുണ്ട്, വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാണ്ട്. ആ ഒരു ചട്നി മോമോസുക്കും അതേപോലെ പൊക്കവടയൊക്കെ കഴിക്കുമ്പോൾ അതിൽ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. അപ്പോൾ ചമ്മന്തിയൊക്കെ ഓൾ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തരിക്കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. തരിക്കഞ്ഞി എല്ലാവരും ഒന്നും കുടിക്കൂല കേട്ടോ. ഇവിടുത്തെ മക്കളൊന്നും കുടിക്കൂല. അതേപോലെ അനിയത്തിൻ്റെ മക്കളും പിന്നെ നാത്തൂൻ്റെ കുട്ടികളൊന്നും ആരും വല്ലാതെ കഴിക്കൊന്നുമില്ല. പക്ഷേ വലിയൊരു കരിക്കയിലൊക്കെ വേണമെങ്കിൽ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കരണ്ടടുപ്പുമ്പോൾ ഞാൻ ഒരു പാത്രമൊക്കെ വെച്ചേക്ക് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ പിന്നെ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് റവ ചേർത്തിട്ട് അതിലിട്ടിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് 1 കപ്പ് സേമിയവും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സേമിയയും കൂടെ ഇട്ടിട്ട് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ ഏലക്കായ അതേപോലെ ചെറിയൊരു കഷ്ണം പട്ട ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേനും. അതൊന്നും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല. തരിക്കഞ്ഞിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എന്നാലും വെറുതെ ഒന്ന് കാണിച്ചെന്നുള്ളൂ കേട്ടോ. എൻ്റെ ഉപ്പാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു തരിക്കഞ്ഞി. ഇപ്പം ഉണ്ടായിന് അന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് 2 ഗ്ലാസ് കുടിക്കും കേട്ടോ. 1 ഗ്ലാസ് ജ്യൂസും 2 ഗ്ലാസ് തരിക്കഞ്ഞിയും കുടിക്കും. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇത് ഉണ്ടാക്കൽ നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ എന്നും എല്ലാ നോമ്പിനും ഉണ്ടാവും ഈ ഒരു തരിക്കഞ്ഞി. അപ്പോൾ അതാ റവയും സേമിയൊക്കെ ഒന്ന് കളറ് മാറി വന്നപ്പോൾ ഞാനേക്ക് കുറച്ച് പാലും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതാ അതേപോലെ നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിങ്ങനെ തിളച്ച് വരുമ്പം തന്നെ റവയും സേമിയൊക്കെ നല്ലോണം വെന്ത് കുറുകി വരും കേട്ടോ. നമ്മളൊന്ന് വറുത്തും ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്നാവും. പിന്നെ ചൂടാറി വരുമ്പോൾ കുറുകിക്കോളും. ഇപ്പോൾ കുറച്ച്
എന്താ ലൂസായിട്ടാണെങ്കിലും ചൂടാറുന്ന സമയത്ത് കുറുകി വരും കേട്ടോ. അപ്പോൾ അവിടെ ഭയങ്കര ഒച്ചയും വിളിയും ബഹളമാണ് കേട്ടോ, കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ടേ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് കുറേ ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മൾ പറയലല്ലേ ഇങ്ങനെ കൂടുമ്പോൾ ഇമ്പുള്ളതാണ് കുടുംബം എന്ന് പറയലോ, അത് എത്രയോ ശരിയാണ്. ഇങ്ങനെ ആകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്നന്നേ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവർക്ക് പറയാനും ഉണ്ടാവും, കളിക്കാനും ഉണ്ടാവും. അത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ് അല്ലേ. അപ്പോൾ തരിക്കഞ്ഞിയൊക്കെ റെഡി ആയിട്ടോ. പിന്നെ ചെറിയുള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് ഒന്ന് തൂമിച്ചെടുക്കുകയൊക്കെ ചെയ്യാം. ഞാൻ തൂമിക്കണില്ല കേട്ടോ, നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്തിക്കണമല്ലോ. ആ ഉള്ളിൻ്റെ ടേസ്റ്റ് ആർക്കും വല്ലാതെ പറ്റൂല. അപ്പോൾ പിന്നെ ഞാൻ തൂമിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ എന്താ നാത്തൂനും ചിഞ്ചുമോളൊക്കെ കൂടിയിട്ട് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ സമൂസൻ്റെ ഫില്ലിങ്ങൊക്കെ ഉണ്ടാക്കി സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്ന്. ചിഞ്ചുമോളൊന്ന് കുറേ ജോലി എടുത്തിക്കണം കേട്ടോ ഒറ്റയ്ക്ക് തന്നെ. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാനും അതേപോലെ തന്നെ ജ്യൂസ് അടിക്കാനൊക്കെ ഉടനെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ വലിയതായപ്പോഴേ കുട്ടികളൊക്കെ ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്കും നല്ലൊരു ഹെൽപ്പാണ് കേട്ടോ അത്. നേരെ മറിച്ച് അവർക്കൊന്നും അറിയില്ലെങ്കിൽ എല്ലായിടത്തും നമ്മളെ കണ്ണെത്തണമല്ലോ. എന്താ ഇപ്പം പിന്നെ അങ്ങനത്തെ ഒരു ഇതില്ല കേട്ടോ, അങ്ങനത്തെ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ചിഞ്ചുമോളായാലും മഞ്ചുമോളായാലും ഒക്കെ അത്യാവശ്യം കുക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഈ ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ അങ്ങനത്തെ പണിക്കൊക്കെ നല്ല ഉഷാറാണ് കേട്ടോ. ഓരെന്നെ ചെയ്യും. അതേപോലെ തന്നെ കിച്ചണൊക്കെ മെസ്സായിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ പറയൊന്നും വേണ്ട, ഓരെന്നെ ക്ലീൻ ആക്കിക്കോളും. അപ്പോൾ സമൂസയൊക്കെ ചുറ്റിലൊക്കെ കഴിഞ്ഞിട്ടോ. സമൂസ ഞാൻ ചുറ്റാൻ നിന്നപ്പോൾ പിന്നെ എല്ലാവരും കൂടിൻ്റെ ഒപ്പം അങ്ങനെ പെട്ടെന്ന് തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് അവിടെ അടുപ്പത്തൊരു പാനൊക്കെ വെച്ചേക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പൊക്കവട ഉണ്ടാക്കട്ടോ. അപ്പോൾ ഇതിൻ്റെ മാവ് ഉണ്ടാക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നെയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. കുറച്ച് മാവൊക്കെ ഞാൻ കുറച്ച് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേനും. അപ്പോൾ ആദ്യം ഇത് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്കങ്ങനെ നോമ്പ് തുറയാണെന്ന് വിചാരിച്ചിട്ട് വെറൈറ്റി ഫുഡൊന്നുമില്ല കേട്ടോ, സാധാ ഉണ്ടാക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ സമൂസ ഫ്രൈ ചെയ്തതും അതേപോലെ പൊക്കവാടയും ഈ ഒരു മോമോസും പിന്നെ ബീഫ് ബിരിയാണിയൊക്കെ തന്നെയാണ് കേട്ടോ നമുക്കുള്ളത്. ഓരോ സ്ഥലത്ത് നോമ്പ് തുറക്കൊക്കെ ഓരോ വെറൈറ്റി ഫുഡും കാര്യങ്ങളും വെറൈറ്റി സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ സാധാരണ ആൾക്കാരാണ്, അപ്പോൾ ഇങ്ങനത്തെ ഫുഡൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളെ വീട്ടിലുണ്ടാവുക. അപ്പോൾ ഇതാ പൊക്കവടയൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സമൂസ ഫ്രൈ ചെയ്യണം. ഇങ്ങനെ വട്ടമുള്ള ചട്ടിയിലാവുമ്പോഴേ എളുപ്പം കഴിയും ഫ്രൈ ചെയ്യലൊക്കെ കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ക്യാമറ അങ്ങോട്ടൊന്ന് തിരിച്ചതാട്ടോ. ഇവിടെ ഇപ്പോൾ ഫ്രൂട്ട്സ് ആയിട്ട് പിന്നെ വത്തക്കയുണ്ട്, അതേപോലെ മുന്തിരി പൈനാപ്പിളും ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒക്കെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ജ്യൂസ് ചിഞ്ചുമോള് റെഡിയാക്കിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി നമുക്ക് സമൂസ ഫ്രൈ ചെയ്യാനുള്ളൂ കേട്ടോ. കൂടെ കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. പിന്നെ ഒക്കെ കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് ടേബിളുമ്മ വെക്കണം. അപ്പോൾ നമ്മൾ മേലെയാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അവിടെ ഉള്ള ആ ഒരു ചെറിയ ടേബിൾ ഉണ്ടല്ലോ നമ്മളെ കിച്ചണിലുള്ളത്, അതും മേലെ കൊണ്ടുപോയിട്ടിട്ട് മേലെ വലിയ ടേബിളും ഉണ്ടല്ലോ. അപ്പോൾ അവിടെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ടാണ് കേട്ടോ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുക. സമൂസ കുറച്ചും കൂടെ ഒക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിന് കേട്ടോ, പക്ഷേ ഫില്ലിങ് തീർന്ന്. അപ്പോൾ പിന്നെ കുറച്ച് എല്ലാവർക്കും 2 എണ്ണം എടുക്കാനൊക്കെ ആക്കി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിന്. പക്ഷേ എല്ലാവർക്കും കൂടെ 2 എണ്ണം എടുക്കാനില്ല, കുറച്ച് കുറവുണ്ടായിന് കേട്ടോ. അപ്പോൾ എന്നാലും കുഴപ്പമൊന്നുമില്ല. പൊക്കവട ഉണ്ട്, അതേപോലെ ചിഞ്ചുമോൾ ഉണ്ടാക്കിയ സ്നാക്സ് കുറച്ച് അധികം ഉണ്ട് കേട്ടോ, മോമോസ്. അപ്പോൾ പിന്നെ ഞാൻ ഫില്ലിംഗ് ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. അങ്ങനെ ഇതാ ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളിപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തിന് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ, എന്നാലും ജസ്റ്റ് ഞാൻ ഒക്കെ കൂടെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒക്കെ കൂടെ ഒന്ന് റെഡി ആയപ്പോൾ ഒന്ന് കാണിക്കാണ് കേട്ടോ. അപ്പോൾ ഒക്കെ നേരത്തെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ടേബിളൊന്ന് സെറ്റ് ചെയ്യണം. പിന്നെ ഒരു 6:15 ആയപ്പോഴാണ് ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ എന്താ കുട്ടികളുണ്ടാകുമ്പം നമുക്ക് കുറേ എന്താ പറയുക കുറേ പണികൾ കുറഞ്ഞു കിട്ടും. കാരണം ഒരുവിധം ജോലികളൊക്കെ ഒരു ചെയ്യും. അപ്പോൾ അതൊന്നും നമ്മൾ വല്ലാതെ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ചിഞ്ചുമോളും മഞ്ചുമോളും ഒക്കെ കൂടിയിട്ട് ഇതാ ടേബിളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അനിയത്തിക്കുട്ടി ഇതാക്കണം കേട്ടോ. അനിയത്തിക്കുട്ടിനെ കുറേ ആയിക്കും നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടിട്ട്. അപ്പോൾ ആ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ
ചെറിയ കുഞ്ഞു കുഞ്ഞു കുട്ടികളുണ്ടല്ലോ ഓരെ നമ്മൾ താഴെ ഇരുത്തിക്കണം കേട്ടോ. അവരോട് ചോദിച്ച് ഇവിടെ തന്നെ ഇരിക്കണം നിങ്ങൾക്ക് ചോദിച്ചപ്പോൾ വേണ്ട ഞങ്ങൾ ഇവിടെ ഇരുന്നോണ്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ താഴെ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അനിയത്തിക്കുട്ടി അവിടെയാണ് കേട്ടോ ഇരിക്കുന്നത്. അതെന്താ വെച്ചാൽ ഓൾക്ക് താഴെ ഇരുന്നുകൊണ്ട് ഫുഡ് കഴിക്കണതാണ് ഇഷ്ടം. ഇങ്ങനെ എന്താ പറയുക ചന്ദനപ്പടി ഇട്ടിരിക്കുമല്ലോ, അങ്ങനെയാണ് ഓൾ ഫുഡ് കഴിക്കാൻ ഇരിക്കട്ടോ. നമ്മൾ ടേബിളുമ്മ കൊടുത്താലും ഓൾ നിലത്തേ ഇരിക്കുള്ളൂ. അല്ലാതെ ഓൾ നമ്മൾ അങ്ങനെ ഇരുത്തിയതല്ല കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തോന്നും. ഒക്കെ എപ്പോഴും കുട്ടികളൊപ്പം ഇരിക്കണതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഓളും അവിടെയായിട്ട് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ മക്കളൊക്കെ ഇതാ ബാങ്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഒരു നോമ്പ് തുറക്കണമുണ്ട്. ഇന്ന് ഐഫക്കുട്ടിക്കും ഇല്ല കേട്ടോ നോമ്പൊന്നും. അപ്പോൾ ഇന്ന് എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. എല്ലാവരും ഒരുമിച്ച് നല്ല റാഹത്തോട് കൂടിയിട്ട് തന്നെ നോമ്പൊക്കെ തുറന്നു. അപ്പോൾ നമ്മൾ ബാവുക്കാക്കും ഇല്ലയെന്നുള്ളൂ. അല്ലാത്ത എന്താ പറയുക, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. ഒരു പിന്നെ അവിടുന്ന് പള്ളിക്ക് പോകലാണ് പറഞ്ഞു കേട്ടോ. പള്ളിയിൽ നിന്ന് ഫുഡൊക്കെ അവിടുന്ന് കിട്ടും. അങ്ങനെ അൽഹംദുലില്ലാ ബാങ്കൊക്കെ കൊടുത്തു. എല്ലാവരും നല്ല റാഹത്തോട് കൂടിയിട്ട് തന്നെ നോമ്പൊക്കെ തുറന്നു. നോമ്പ് തുറന്ന് ഈ ഒരു ജ്യൂസും പിന്നെ ഫ്രൂട്ട്സും ഈ സ്നാക്സൊക്കെ കഴിച്ചാൽ പിന്നെ ആർക്കും വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മെയിൻ ഫുഡ് കഴിക്കണതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ബിരിയാണി കഴിക്കണതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. നോമ്പൊക്കെ തുറന്നിട്ട് പിന്നെ എല്ലാവരും നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞിട്ടാട്ടോ ഫുഡ് കഴിച്ചത്. ആർക്കും അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോഴൊക്കെ തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ ബിരിയാണി ചെമ്പൊക്കെ പൊട്ടിച്ച് ബിരിയാണിയൊക്കെ ഉഷാറായിന് കേട്ടോ. പിന്നെ ബീഫൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടേനി. അതേപോലെ ചോറും തന്നെ ഉപ്പാൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെന്തൊക്കെ ചെയ്തിട്ടുണ്ടേനി. അപ്പോൾ അൽഹംദുലില്ലാ നമ്മളെ വീട്ടിലത്തെ ഈ വർഷത്തെ നോമ്പുതുറ കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത വർഷം നമ്മൾ ആരൊക്കെ ഉണ്ടാവുമെന്നും പറയാൻ പറ്റൂല അല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാവട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.